Hey, hello everyone, assalamu alaikum. So once again, welcome back to my channel. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ശംഖുപുഷ്പം ഫേസ് വാഷാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് വാഷാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയി കിടക്കുകയാണ്. നല്ല കോൾഡും അതുപോലെ തന്നെ പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല പനി സീസൺ ആണല്ലോ, ഭയങ്കര മഴയും, അപ്പോൾ സ്പ്രെഡ് ചെയ്യാനൊക്കെ കൂടുതൽ ചാൻസാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് വാഷിന് നല്ല അത്യാവശ്യം പതയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പതയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ലൈവായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശംഖുപുഷ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഉണക്കിയിട്ടുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ നമ്മൾ ഉണക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 10-15ഓളം ഫ്ലവർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ DM വാട്ടർ ആയിരിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാവും കേട്ടോ. DM വാട്ടറിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കാണ് അതിൻ്റെ ഫ്ലവേഴ്സ് ഉണക്കിയിട്ട്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഫേസ് വാഷ് റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലും കൂടി വേണം കേട്ടോ. ഇനി കുറച്ച് നമുക്കൊരു 15 ml DM വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തും അതുപോലെ തന്നെ കളറൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ ഒരു ബീക്കർ, നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീക്കറിലേക്ക് ഞാൻ നമുക്ക് ആവശ്യത്തിലുള്ള ഫേസ് വാഷിൻ്റെ ബേസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാമാണ് ഫേസ് വാഷ് ബേസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 50 ഗ്രാമൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊരു 100 ഗ്രാം അതുപോലെ തന്നെ ഒരു 120 ഗ്രാമൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 50 ഗ്രാം ഫേസ് വാഷ് ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 ഗ്രാമൊക്കെ ആക്കാം. പക്ഷെ അത് നന്നായിട്ട് പച്ചവെള്ളം പോലെ ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു തിക്നെസ് എന്തായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 50 ഗ്രാം ഉള്ള ഫേസ് വാഷ് ബേസ് വെച്ചിട്ട് നമുക്കൊരു 100 ഗ്രാം കൂടി പോയാൽ ഒരു 120 ഗ്രാം വരെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ നമ്മൾ തിളപ്പിച്ചെടുത്ത ശംഖുപുഷ്പമാണ് കേട്ടോ. നമുക്ക് നല്ല കരിനീലയല്ല, ഒരു വയലറ്റ് കളർ പോലത്തെ ഒരു കളർ, ശരിക്കും നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ കളറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ 50 ഗ്രാമോളം നമുക്ക് ഫേസ് വാഷ് ബേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു 50 ml DM വാട്ടറാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 50 ml DM വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, 50 ഗ്രാം ഫേസ് വാഷ് പ്ലസ് DM വാട്ടർ 50 ഗ്രാം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് വാല്യൂ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് DM വാട്ടറിലാണല്ലോ, നമ്മളൊരു 10 ml DM വാട്ടറിലൊക്കെ നമ്മളത് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു 10 ml വരും. അതൊക്കെ ആകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു വാല്യൂ ഒക്കെ ഒരു 10 ml 15 ml ഒന്നും കൂടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ DM വാട്ടർ ഒരു 50 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 10 ml വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ നമ്മൾ ബോയിൽ ചെയ്തെടുത്തത്, തിളപ്പിച്ചെടുത്തതിൻ്റെ ആ ഒരു നീരാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ അപ്പം മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു ഫേസ് വാഷ് ബേസിന് ആ ഒരു കളർ നമുക്കിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇത് നമ്മളെ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ബേസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കളറൊക്കെ അതിൽ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു 15 ml കൂടെ DM വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല തിക്നെസ് ആയിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ അധികം ആവരുത്, നല്ലോണം പച്ചവെള്ളം പോലെ ആവരുത് കേട്ടോ. അപ്പോൾ
കുറച്ച് തിക്നെസ് എന്തായാലും വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 15 ml കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ പതൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു 24 hours കറക്റ്റ് ഒന്ന് മൂടി വെച്ച് കറക്റ്റ് 1 day വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിൽ ഫുൾ അതിൻ്റെ ആ ഒരു ഫോമൊക്കെ മാറി കിട്ടും കേട്ടോ. മുകളിൽ പതൊക്കെ പോയി കിട്ടും. പിന്നെ ഞാൻ എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു 2 ഡ്രോപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ പിന്നെ നാളെ പിറ്റേ ദിവസം നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവുമല്ലോ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ഓയിലാണ് കേട്ടോ. അപ്പോൾ വിറ്റാമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ 100 ഗ്രാമിൻ്റെ ഫേസ് വാഷ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഏതെങ്കിലും ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് ഞാൻ ഇടുന്നതും അതേപോലെ തന്നെ ഇതുവരെ ഇട്ടിട്ടുള്ളതും. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതാണ്. പിന്നെ ഞാനിവിടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 5 ml ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടാനാണ്. കാരണം ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അത് കഴുകുമ്പോൾ ഫേസ് ഒന്നും കൂടെ ഡ്രൈ ആയി കിട്ടുകയാണ് ചെയ്യുക അല്ലേ. ഓയിലും ഡേർട്ടൊക്കെ മാറി ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സോപ്പിലാണെങ്കിലും ഗ്ലിസറിൻ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സോപ്പാണെങ്കിലും നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു 5 ml അലോവേറയുടെ എക്സ്ട്രാക്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫേസ് വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു അലോവേറ ജെല്ലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് നല്ലത്. ഇപ്പോൾ നമ്മൾ സോപ്പിലേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അലോവേറയുടെ ജെല്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഫേസ് വാഷൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ബെറ്റർ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് നമുക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ലൈറ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീരെ സ്മെല്ലില്ലാതാവുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം നമുക്ക് ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ എക്സാക്റ്റ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു കരിനീല വയലറ്റ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിൻ്റെ ഫേസ് വാഷോ ഷാമ്പൂവിൻ്റെ ലിപ് ബാം അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എല്ലാ മെറ്റീരിയൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ എന്തെങ്കിലും ഒരു ഹായ് ഹലോ അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ വരിക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരു 1 night നമുക്കിത് കവർ ചെയ്ത് വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലീൻ ഫിലിം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ എന്തെങ്കിലുമൊക്കെ വീണ് പോകും. പിന്നെ അത് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു മുകളിലുള്ള പതയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഒരു 24 hours വെക്കുമ്പോൾ എന്തായാലും അത് പോകും. അപ്പം നോക്കിയ അതിൻ്റെ ആ ഒരു കളറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ അല്ലേ ആ ഒരു വയലറ്റ് കളറ്, നമ്മൾ ഒരു കളറും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കണ്ടോ, ഒരു ബ്ലൂവും അല്ലെങ്കിൽ ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ, അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയത് നമുക്ക് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസും കൂടെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്കത് പ്രസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ.
അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുറേ പേര് അല്ലെങ്കിൽ നമ്മളിൽ പലരും നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നവരാണ് പുറത്തുനിന്ന് അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് പതയുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉള്ള ആളുകൾക്കായിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കുന്നുണ്ട്. നല്ല പതയുള്ള നല്ല അടിപൊളി പതയുന്ന ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ധൈര്യക്കേടും വേണ്ട, നല്ല അടിപൊളി ഫേസ് വാഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും കാര്യങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.